മക്കളെ നമസ്കാരം. നമ്മൾ ഇപ്പോൾ ഡിഫറൻഷ്യബിലിറ്റി എന്ന ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യബിലിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ അൽജിബ്ര ഓഫ് ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതുപോലെ ചില ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് എവരിവെയർ ആവുന്നു, പക്ഷേ ചിലയിടത്ത് ഡിഫറൻഷ്യബിൾ ആവുന്നില്ല. അപ്പോൾ ഷാർപ്പ് എഡ്ജ് വരുമ്പോഴും ഉള്ളൊരു പ്രശ്നം നമ്മൾ കണ്ടതാണ് മോഡുലസ് ഫംഗ്ഷൻ്റെ കേസിൽ. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഫംഗ്ഷൻ്റെ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം എന്ന കൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഒരു മെട്രിക് സ്പേസിൽ നിന്ന് റിയൽ ലൈനിലേക്ക് പോകുന്നൊരു ഫംഗ്ഷൻ, ഇപ്പോൾ ക്ലോസ്ഡ് എ ബി വേണമെന്നൊന്നുമില്ല, അവിടെ ഒരു മെട്രിക് സ്പേസ് ആണ് എക്സ് തന്നിരിക്കുന്നത്. അവിടെ ആ ഫംഗ്ഷന് ഒരു ലോക്കൽ മാക്സിമം ഉണ്ടെന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് ഒരു പോയിന്റിൽ, ഒരു പർട്ടിക്കുലർ പി എന്ന പോയിന്റ് ലോക്കൽ മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിയുടെ ഒരു നെയ്ബർഹുഡിൽ ഫംഗ്ഷൻ്റെ കർവ് വരയ്ക്കുമ്പോൾ ഏറ്റവും ഹൈറ്റ് ഉള്ളത് എഫ് ഓഫ് പി എന്ന ഇമേജ് ആയിരിക്കും. ഏറ്റവും കുറവാണ് കിട്ടുന്നതിനെങ്കിൽ അതിനെ ലോക്കൽ മിനിമം എന്നും, കൂടുതലാണ് കിട്ടുന്നതെങ്കിൽ ലോക്കൽ മാക്സിമം എന്നും പറയും. ഓക്കെ, സോ യു ആർ ഗിവൺ എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ഇൻ ടു ആർ. വെൻ യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഹാസ് എ ലോക്കൽ മാക്സിമം അറ്റ് സം പോയിന്റ് പി ഇൻ എക്സ്. ദാറ്റ്സ് അവർ ക്വസ്റ്റ്യൻ. That means if f has a local maximum at p means f of p must be greater than or equal to all other f of images f of q, where q is the member of neighborhood of p for some neighborhood of p. അപ്പോൾ പിയുടെ ഒരു ചെറിയൊരു നെയ്ബർഹുഡിൽ വരുന്ന എല്ലാ ഇമേജുകളേക്കാൾ വലിയ ഇമേജ് ആയിരിക്കും എഫ് ഓഫ് പി. ഇവിടെ കമ്പാരിസൺ പോസിബിൾ ആവുന്നത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആയതുകൊണ്ടാണ്. ഇതേ കാര്യം ചെറുതാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ന് വിളിക്കുക, അതായത് എഫ് ഓഫ് പി ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് ക്യൂ കിട്ടുന്നതെങ്കിൽ ദിസ് എഫ് ഓഫ് പി ഈസ് കാൾഡ് ദ ലോക്കൽ മിനിമം എന്ന് വിളിക്കും. അതിൻ്റെ പി ഈസ് കാൾഡ് ദ ലോക്കൽ മിനിമം പോയിൻറ്റ്. അപ്പം ലോക്കൽ മാക്സിമം കിട്ടുന്ന പോയിൻറ്റിനെ ലോക്കൽ മാക്സിമം പോയിൻ്റ് എന്നും എഫ് ഓഫ് പിയെ അതിൻ്റെ വാല്യൂ എന്നും വിളിക്കും, ലോക്കൽ മാക്സിമം എന്നും വിളിക്കും. അതുപോലെ ലോക്കൽ മിനിമം കിട്ടുന്ന പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എഫ് ഓഫ് പിയെ നമ്മൾ ലോക്കൽ മിനിമം എന്ന് വിളിക്കും, ആ വാല്യൂവിനെ. ഓക്കെ, ഇപ്പോൾ സൈൻ എക്സ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് 0 to π/2. 0 to π/2 ഏറ്റവും മാക്സിമം വാല്യൂ 1 കിട്ടുക, മിനിമം വാല്യൂ 0 കിട്ടുക നമുക്കറിയാം. അപ്പോൾ മാക്സിമം മിനിമം കിട്ടുന്നത് എക്സ് ഈക്വൽ ടു π/2 1ഉം എക്സ് ഈക്വൽ 0 ആണ് കിട്ടുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ -2 എന്നുള്ള കേസിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടിയ വാല്യൂ കിട്ടുന്നത് 2ലും -2ലും ആയിരിക്കും, കാരണം 4 ആണ് കിട്ടുക. ആ കർവ് വരച്ച് നോക്കിയാൽ മനസ്സിലാവും. അതിൻ്റെ 0 എന്ന് പറയുന്നത് ലോക്കൽ മിനിമം ആയിരിക്കും, അത് 0യിൽ തന്നെയാണ്. ഇനി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ഇൻ ദ ഇൻ്റർവൽ -π/4 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം π/4ൽ 1/√2 ആണ്, -π/4ലും 1/√2 ആണ്. അപ്പോൾ അതൊരു സിമെട്രിക് ആയിട്ടുള്ള കർവായിട്ടാണ് നമ്മൾ കിട്ടുന്നത്. ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. അതിൽ ഏറ്റവും കൂടിയ വില കിട്ടുന്നത് ആക്ച്വലി 0യിലാണ്. കോസ് 0യുടെ വാല്യൂ 1 ആണ്. കോസ് -π/4ൻ്റെയും π/4ൻ്റെയും വില കിട്ടുന്നത് 1/√2 ആണ്. അപ്പോൾ ഇവിടെ മിനിമം ലോക്കൽ മിനിമം 1/√2ഉം ലോക്കൽ മാക്സിമം എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. 1 എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻറ്റീരിയർ പോയിന്റിലും ഇവിടെ മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നത് എൻ പോയിൻറ്റ്സിലുമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ട് ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ്റെ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം, ഡിഫറൻഷ്യബിൾ അല്ല ഏതായാലും ഒരു ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ്റെ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഒക്കെ ഉണ്ടാവുക ഐദർ എൻ പോയിൻറ്റ്സിലോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിൻറ്റ്സിലോ ആയിരിക്കും. ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിൻറ്റ്, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിൻറ്റ്. ഓക്കെ, അത്തരം പോയിൻറ്റുകളെയാണ് ക്രിട്ടിക്കൽ പോയിൻ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ക്രിട്ടിക്കൽ പോയിൻറ്റിൻ്റെ പ്രത്യേകത ലോക്കൽ മാക്സിമം കിട്ടുകയാണെങ്കിൽ ലെഫ്റ്റ് ഇൻക്രീസിങ്ങും റൈറ്റ് ഡിക്രീസിങ്ങും വരും, കൂടി കുറയുന്നു. അതേ സ്ഥാനത്ത് ഇപ്പോൾ ഇവിടെ ഈ കോസ് എക്സിൻ്റെ കേസിലാണെങ്കിൽ 0യിൽ ലോക്കൽ മാക്സിമം കിട്ടുന്നു, അതിന് ലെഫ്റ്റിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും റൈറ്റിൽ ഡിക്രീസിങ്ങുമാണ്. ഓക്കെ, ഇപ്പോൾ എക്സ് സ്ക്വയർ എന്ന പരാബോളയുടെ കേസിലാണെങ്കിൽ അവിടെ 0 എന്ന പോയിന്റിൽ 0 ആണ് കിട്ടുന്നത്, 0യിൽ ലോക്കൽ മിനിമം ആണ് കിട്ടുന്നത്. അതിൻ്റെ ലെഫ്റ്റിൽ താഴത്തേക്ക് താഴ്ന്നതിന് ശേഷം പരാബോള മുകളിലേക്ക് വരികയാണ് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അതാണ് ക്രിട്ടിക്കൽ പോയിൻറ്റിൻ്റെ പ്രത്യേകത. അതൊരു ഇൻറ്റീരിയർ പോയിൻ്റ് ആയിരിക്കും, ഒന്നിലും ഡെറിവേറ്റീവ് ഉണ്ടാവില്ല. അപ്പോൾ മോഡുലസ് ഫംഗ്ഷൻ ആണെങ്കിൽ 0യിൽ അതിന് ലോക്കൽ മിനിമം കിട്ടും മോഡ് എക്സ് എടുക്കുമ്പോൾ. അപ്പോൾ ലെഫ്റ്റിൽ ഡിക്രീസിങ്ങും റൈറ്റിൽ ഇൻക്രീസിങ്ങും ആണെങ്കിൽ മിനിമം, ലെഫ്റ്റിൽ ഇൻക്രീസിങ്ങും റൈറ്റിൽ ഡിക്രീസിങ്ങും ആണെങ്കിൽ മാക്സിമം കിട്ടുന്നതാണ് ഓർമ്മ. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറാണ്, ഒരു ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് എ ബി റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. അതിന് ലോക്കൽ മാക്സിമം കിട്ടുന്ന പോയിന്റ് എക്സ് എന്ന ഇൻറ്റീരിയർ പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അതായത് ലോക്കൽ മാക്സിമം ഉണ്ട് ഒരു പോയിന്റിൽ, ആ പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിളും ആണെങ്കിൽ ഡെറിവേറ്റീവ് മസ്റ്റ് ബി 0 ആയിരിക്കും, കാരണം അത് ക്രിട്ടിക്കൽ പോയിൻ്റായി മാറുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ സപ്പോസ് ചെയ്തു ഗിവൺ ഫംഗ്ഷൻ ഹാസ് എ ലോക്കൽ മാക്സിമം അറ്റ് സം പോയിന്റ് എക്സ് ആൻഡ് ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് ദാറ്റ് പോയിന്റ്. ആ പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് ഡെറിവേറ്റീവ് ഓഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് എന്ന് പറയും.
എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ഡെറിവേറ്റീവ് 0 ആണെന്നാണ്. ഗിവൺ തന്നിരിക്കുന്ന കണ്ടീഷൻ ഇവിടെ എഫ് ഓഫ് എക്സ് ഒരു നൈബർഹുഡിൽ ഏറ്റവും കൂടിയ വിലയാണ്. ദാറ്റ് മീൻസ് ദർ ഈസ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് എഫ് ഓഫ് ടി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ ആൾ ടി എലമെൻറ്റ് ഓഫ് എൻ ഡെൽറ്റ ഓഫ് എക്സ്. ഞാൻ ലോക്കൽ മാക്സിമം ആയിട്ട് എടുത്തത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ആ നൈബർഹുഡിലുള്ള മറ്റെല്ലാ ഇമേജുകളേക്കാളും വലുതാണ്. അങ്ങനെയാണ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ആൾ ടി എലമെൻറ്റ് ഓഫ് എൻ ഡെൽറ്റ ഓഫ് എക്സ്. പക്ഷേ ഈ എൻ ഡെൽറ്റ ഓഫ് എക്സ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ക്ലോസ്ഡ് എ ബി ആണ്, യൂഷ്വൽ ടോപ്പോളജിയാണ്. അപ്പോൾ സ്വാഭാവികം അല്ലെങ്കിൽ യൂഷ്വൽ മെട്രിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അവിടെ നെയ്ബർഹുഡ് മീൻസ് അതൊരു ഇൻ്റർവെല്ലാണ്. എക്സ് മൈനസ് ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എന്ന് പറയുന്ന ഇൻ്റർവെല്ലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഇൻ്റർവെല്ലിൽ മുഴുവനായിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ആൾ ടി എലമെൻറ്റ് ഓഫ് എൻ ഡെൽറ്റ ഓഫ് എക്സ് ആണെങ്കിൽ ആ ഇൻ്റർവെല്ലിൻ്റെ പകുതി, അതായത് ലെഫ്റ്റ് സൈഡ് എക്സ് മൈനസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ഓപ്പൺ ഇൻ്റർവെൽ പകുതി പോർഷനിലും അതിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എക്സ് മൈനസ് ഡെൽറ്റയ്ക്കും എക്സിനും ഇടയിൽ നെഗറ്റീവാണ്. പക്ഷേ ടി മൈനസ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ ടി എക്സിൻ്റെ ലെഫ്റ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ടി മൈനസ് എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പോൾ ടി മൈനസ് എക്സും നെഗറ്റീവാണ്, എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സും നെഗറ്റീവ് ആണെങ്കിൽ ദർ കോഷ്യൻ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അങ്ങനെയാണ് ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണ്. ഒരു ഫംഗ്ഷൻ്റെ വില എപ്പോഴും നോൺ നെഗറ്റീവ് ആണെങ്കിൽ ലിമിറ്റ് അപ്ലൈ ചെയ്താലും അത് തന്നെയായിരിക്കും, നോൺ നെഗറ്റീവ് ആയിരിക്കും. ഇപ്പോൾ ലിമിറ്റ് ടി ടെൻഡ്സ് ടു എക്സ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ടി മൈനസ് എക്സ് ആൾവേസ് ഗ്രെറ്റർ ദാൻ ഈക്വൽ ടു 0. ബട്ട് ആക്ച്വലി ദാറ്റ് ഈസ് ദി ലെഫ്റ്റ് ഡെറിവേറ്റീവ് ഹിയർ. കാരണം ടി ഇവിടെ ലെഫ്റ്റിൽ എടുത്തുകൊണ്ട് ലെഫ്റ്റ് ഡെറിവേറ്റീവ് ആയിരിക്കും. ലെഫ്റ്റ് ഡെറിവേറ്റീവ് ഈസ് ആൾവേസ് ഗ്രെറ്റർ ദാൻ ഈക്വൽ ടു 0. ഇനി ഇതേ കാര്യം തന്നെ ഞാൻ ഇതിൻ്റെ എക്സിൻ്റെ റൈറ്റിലുള്ള പോർഷൻ കൺസിഡർ ചെയ്തു. എക്സ് ലെസ് ദാൻ ടി ലെസ് ദാൻ എക്സ് പ്ലസ് ഡെൽറ്റ. ഞാൻ എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് എന്തായാലും നെഗറ്റീവാണ് ആ ഇൻ്റർവെല്ലിൽ മൊത്തം. അപ്പോൾ സ്വാഭാവികമായിട്ട് എക്സ് മുതൽ എക്സ് പ്ലസ് ഡെൽറ്റ വരെയും നെഗറ്റീവാണ്. ഇനി ടി നിൽക്കുന്നത് അപ്പോൾ എക്സിനേക്കാൾ റൈറ്റിലായിരിക്കും. കാരണം എക്സ് ലെസ് ദാൻ ടി ലെസ് ദാൻ എക്സ് പ്ലസ് ഡെൽറ്റ ആയതുകൊണ്ട് ടി മൈനസ് എക്സ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ടി മൈനസ് എക്സ് പോസിറ്റീവ്, എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് നെഗറ്റീവും ആണെങ്കിൽ ദർ കോഷ്യൻ മസ്റ്റ് ബി നെഗറ്റീവ്. ലിമിറ്റ് അപ്ലൈ ചെയ്താലും നെഗറ്റീവ് തന്നെ കിട്ടണം. ലിമിറ്റ് ടി ടെൻഡ്സ് ടു എക്സ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ടി മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 0. ആക്ച്വലി അത് നമുക്ക് കിട്ടിയിരിക്കുന്ന റൈറ്റ് ഡെറിവേറ്റീവ് ആണ്. ഇവിടെ ഈ റൈറ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവാണ്. റൈറ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവുമാണ്, ലെഫ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവാണ്. ബട്ട് ദ ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ മീൻസ് ബോത്ത് ഡെറിവേറ്റീവ്സ് ആർ ഈക്വൽ. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും ഈക്വൽ ആവുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്ത് തന്നെയായിരിക്കും, 0 ആയിരിക്കും. ദോർഫോർ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു ലെഫ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0. Therefore f dash of x must be 0. അപ്പോൾ നമ്മൾ ഗിവൺ ഫംഗ്ഷന് ലോക്കൽ മാക്സിമം ഉണ്ടാവുകയും ആ പോയിന്റിൽ ഡിഫറൻഷ്യബിളും ആണെങ്കിൽ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഇത് നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ തിയറമാണ്, ജനറലൈസ്ഡ് മീൻ വാല്യൂ തിയറം. അതായത് രണ്ട് ഫംഗ്ഷൻസ് കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളുമാണ് ക്ലോസ്ഡ് എ ബിയിൽ. പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടുത്തെ ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ഓപ്പൺ ഇൻ്റർവെല്ലിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ കണ്ടിന്യൂറ്റി എൻ പോയിൻറ്റ്സിൽ കൂടി അവൈലബിൾ ആണ്. രണ്ട് ഫംഗ്ഷൻസും അങ്ങനെയാണ്. അപ്പോൾ രണ്ട് ഫംഗ്ഷനും എ എന്ന ടൈം മുതൽ ബി എന്ന ടൈം വരെ സഞ്ചരിക്കുന്നു. രണ്ടിനും ഓരോ പാത്ത് ഉണ്ടാവും. അത് ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ളൊരു പാത്താണ്. ഓക്കെ, അതായത് എഫ് ഓഫ് എ എന്ന സ്ഥലത്ത് നിന്ന് എഫ് ഓഫ് ബി എന്ന സ്ഥലത്തേക്കാണ് എഫ് യാത്ര ചെയ്യുന്നത്. ജി ഓഫ് എ എന്ന സ്ഥലത്ത് നിന്ന് ജി ഓഫ് ബി എന്ന സ്ഥലത്തേക്കാണ് ജി യാത്ര ചെയ്യുന്നത്. എ എന്ന ടൈമിൽ എഫ് ഓഫ് എ ആയിരിക്കും. എഫ് ഓഫ് എ എന്ന സ്ഥലത്താണ് എഫ് നിൽക്കുന്നത്, ജി നിൽക്കുന്നത് ജി ഓഫ് എയിലാണ്. തിരിച്ച് ബി എന്ന ടൈം, അത് ലാസ്റ്റ് ടൈമിൽ എഫ് ഓഫ് ബിയിലും ജി ഓഫ് ബിയിലുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ജനറലൈസ്ഡ് മീൻ വാല്യൂ തിയറം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ രണ്ടുപേരും ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത് ഒരേ സമയത്ത് അവസാനിപ്പിക്കുന്നു. സ്റ്റാർട്ട് ചെയ്ത സ്ഥലങ്ങളൊക്കെ ഡിഫറൻ്റ് ആയിരിക്കാം. എന്നിരുന്നാലും അവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ ടോട്ടൽ ദൂരം കവർ ചെയ്തത്, അതായത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഇൻറ്റു ഈ ജിയുടെ ഏതോ ഒരു സമയത്തെ വെലോസിറ്റി ഈക്വൽ ടു ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ്. അതായത് ഏതോ ഒരു ഇൻസ്റ്റൻറ്റനിയസ് ടൈം, ഒരു ടി നോട്ട് എന്ന ടൈമിൽ ഇവർ രണ്ടുപേരുടെയും പ്രത്യേകത ടോട്ടൽ ദൂരം എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ടോട്ടൽ സഞ്ചരിച്ച ദൂരം ഇൻറ്റു ജി ഡാഷ് ഓഫ് ദാറ്റ് ടൈം ഈക്വൽ ടു ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് ദാറ്റ് ടൈം. അതായത് അവിടുത്തെ ടോട്ടൽ സഞ്ചരിച്ച ദൂരവും വെലോസിറ്റികളും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്നു എന്നാണ് ജനറലൈസ്ഡ് മീൻ വാല്യൂ തിയറം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് രണ്ടുപേരെയും ഡിഫറൻഷ്യബിലിറ്റി വെച്ചുകൊണ്ടാണ് അങ്ങനെ, അതായത് രണ്ടുപേരുടെ സ്പീഡാണ് ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇവരെ സ്പീഡുകളും ദൂരവും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം സപ്പോസ് ചെയ്തു ഗിവൺ ഫംഗ്ഷൻസ് എഫ് ആൻഡ് ജി ആർ കണ്ടിന്യൂസ് ആൻഡ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആൻഡ് ദേ ആർ ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇന്റർവൽ എ ബി and h is the
new function from closed loop AB into are defined by h of t equal to f of b minus f of a into g of t minus g of b minus g of a into f of t. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഒരു കോൺസ്റ്റൻ്റ് ആണ്, ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എയും ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് നോക്കുക. സോ ജി ആൻഡ് എഫ് ആൻഡ് കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ മീൻസ് എച്ച് ഈസ് ആൾസോ കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ. അപ്പോൾ എച്ച് ക്ലോസ്ഡ് ലോപ്പ് എ ബിയിൽ കണ്ടിന്യൂസും ഓപ്പൺ ഇൻട്രോൾ എ ബിയിൽ ഡിഫറൻഷ്യബിളും ആയിരിക്കും. ഓക്കെ, ഇനി എച്ച് ഓഫ് എയുടെ വില നമ്മൾ കണ്ടുപിടിച്ച് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ക്യാൻസലേഷന് ശേഷം നമുക്ക് കിട്ടും എഫ് ഓഫ് ബി ഇൻറ്റു ജി ഓഫ് എ മൈനസ് ജി ഓഫ് ബി ഇൻറ്റു എഫ് ഓഫ് എ ആയിരിക്കും. അതുപോലെ എച്ച് ഓഫ് ബിയുടെ വാല്യൂ നമ്മൾ നോക്കുമ്പോൾ അത് കിട്ടുന്ന വിലയും ഈ മുകളിൽ കിട്ടിയ വാല്യൂ തന്നെയായിരിക്കും. അത് എച്ച് ഓഫ് എയുടെ വാല്യൂ എന്താണോ അത് തന്നെയാണ് എച്ച് ഓഫ് ബി. അപ്പോൾ എച്ച് ഓഫ് എയും എച്ച് ഓഫ് ബിയും നമുക്ക് സെയിം വാല്യൂ ഉണ്ട്. അപ്പോൾ രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്ത, അതായത് എച്ച് ഓഫ് എയും എച്ച് ഓഫ് ബിയും സെയിം ആണ് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത സമയവും എൻഡ് ചെയ്ത സമയവും ഒരേ സ്ഥലത്താണ് എത്തി നിൽക്കുന്നത്. ഓക്കെ, എച്ച് എന്ന ഫംഗ്ഷൻ. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് വേണ്ട എന്താണ്, എച്ച് ഡാഷ് ഓഫ് എക്സ് 0 ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം എനിക്ക് ആൻസർ ആയി കഴിഞ്ഞു. കാരണം എച്ച് ഡാഷ് ഓഫ് എക്സ് പറഞ്ഞാൽ എന്തായിരിക്കും, എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ രണ്ടും ഈക്വലായി മാറുന്നതാണ്. അപ്പോൾ എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് സം പോയിൻറ്റ് എക്സ്, ഏതോ ഒരു സമയത്ത് എച്ച് ഡാഷ് ഓഫ് എക്സിൻ്റെ വില, അതായത് അതിൻ്റെ വെലോസിറ്റി 0 മാറുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എച്ച് ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ എനിക്ക് ഒന്നും പ്രൂവ് ചെയ്യേണ്ട, അതിൻ്റെ ഡെറിവേറ്റീവ് എല്ലാ പോയിന്റിലും 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു എക്സ് ഈസി ആയിട്ട് കണ്ടുപിടിക്കും. അപ്പോൾ എച്ച് ഡാഷ് ഓഫ് എക്സ് 0 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അർത്ഥം എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് ഈക്വൽ ടു ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ ഇൻറ്റു എച്ച് ഡാഷ് ഓഫ് എക്സ് അല്ല എഫ് ഡാഷ് ഓഫ് എക്സ് നമുക്ക് കിട്ടും. ഇനി എച്ച് കോൺസ്റ്റൻ്റ് അല്ല എന്ന് കരുതുക, തുടങ്ങുന്ന സമയവും എൻഡ് ചെയ്യുന്ന സമയത്തും ഒരേ സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ അതിനർത്ഥം ഒരു വേരിയേഷൻ കൂടുകയോ കുറയുകയോ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ എച്ച് ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ് മീൻസ് ഏതോ ഒരു പോയിന്റിലുള്ള ഇമേജ് എൻ പോയിൻറ്റ്സിന് സെയിം ആയിരിക്കില്ല. എൻ പോയിൻറ്റ്സ് ഇവിടെ രണ്ടും സെയിം ആണ്. അപ്പോൾ ദർ ഈസ് സം പോയിൻറ്റ് ടി ഇൻറ്റീരിയർ പോയിൻറ്റ് സച്ച് ദാറ്റ് എച്ച് ഓഫ് ടി നോട്ട് ഈക്വൽ ടു എച്ച് ഓഫ് എ ഈക്വൽ ടു എച്ച് ഓഫ് ബി. ഓക്കെ, അപ്പോൾ ഇവിടെ എച്ച് ഓഫ് ടി നോട്ട് ഈക്വൽ ടു എച്ച് ഓഫ് എ ആൻഡ് എച്ച് ഓഫ് ബി തന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എച്ച് ഓഫ് ടിക്ക് രണ്ട് ചാൻസ് ആണ്, ഇതിനൊക്കെ കുറയാം അല്ലെങ്കിൽ കൂടാം ട്രൈക്കോട്ടമി പ്രോപ്പർട്ടി പ്രകാരം ഈക്വൽ അല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഈ എച്ച് ഓഫ് ടി ഗ്രേറ്റർ ദാൻ എച്ച് ഓഫ് എ ആണ് വിചാരിക്കുക. എച്ച് ഓഫ് ടി ഗ്രേറ്റർ ദാൻ എച്ച് ഓഫ് എ ആണെങ്കിൽ അതിനർത്ഥം ഈവൺ ഫംഗ്ഷൻ എച്ച് കണ്ടിന്യൂസ് ആണ്. എച്ച് ഓഫ് എയേക്കാൾ വലിയ ഒരു ഇമേജ് എച്ച് ഓഫ് ടി ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് അതിന് മാക്സിമം ഉണ്ടാവും. മാക്സിമം എന്തായാലും എച്ച് ഓഫ് എയേക്കാൾ വലുതായിരിക്കും. ഓക്കെ, കാരണം എന്താ, എച്ച് ഓഫ് ടി എച്ച് ഓഫ് എയേക്കാൾ വലുതാണെന്ന് നമുക്ക് ഓൾറെഡി കിട്ടി. അപ്പോൾ ഒരു വലിയ ഇമേജ് എച്ച് ഓഫ് എയേക്കാൾ വലിയൊരു ഇമേജ് ഉണ്ടെങ്കിൽ ഗിവൺ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് കിട്ടുന്ന മാക്സിമം എന്തായാലും ഒന്നെങ്കിൽ എച്ച് ഓഫ് ടി തന്നെയായിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ വേണമെങ്കിൽ കൂടുതലാവും. ഒരിക്കലും എച്ച് ഓഫ് എ ആയിരിക്കില്ല. സോ ദർ ഈസ് ആൻ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇൻ ക്ലോസ്ഡ് ലോപ്പ് എ ബി സച്ച് ദാറ്റ് എച്ച് അറ്റൻസ് മാക്സിമം അറ്റ് ദാറ്റ് പോയിന്റ്. അതിനർത്ഥം എച്ച് ഓഫ് എക്സിൻ്റെ വില എച്ച് ഓഫ് ടിയേക്കാൾ കൂടുതലോ ഈക്വൽ ആയിരിക്കും, പക്ഷേ എച്ച് ഓഫ് എയേക്കാൾ മസ്റ്റായിട്ട് കൂടുതലായിരിക്കും. ഫോർ എച്ച് ഓഫ് ടി അറ്റൈൻ ഇറ്റ്സ് മാക്സിമം അറ്റ് ആൻ ഇൻറ്റീരിയർ പകരം എയിലും ബിയിലും േക്കാൾ വലിയ വാല്യൂ ആണ് എച്ച് ഓഫ് എക്സ് എന്തായാലും. അത് എച്ച് ഓഫ് എയേക്കാളും എച്ച് ഓഫ് ബിയേക്കാളും വലുതായതുകൊണ്ട് എച്ച് ഓഫ് എക്സിന് മാക്സിമം കിട്ടിയെങ്കിൽ തൊട്ട് മുകളിൽ എത്ര തിയറം പ്രകാരം എച്ച് ഡാഷ് ഓഫ് എക്സ് മസ്റ്റ് ബി എന്തായിരിക്കും, 0 ആയിരിക്കും. ഇനി അടുത്തൊരു ചാൻസ് എച്ച് ഓഫ് ടി എന്ന് പറയുന്നത് എച്ച് ഓഫ് എയൊക്കെ കുറവായുള്ള സംഭവം ഇതുപോലെ തന്നെ നമുക്കൊരു മിനിമം ഒരു പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യും. മിനിമം എക്സിസ്റ്റ് ചെയ്താൽ മാക്സിമത്തിൻ്റെ അതേ പ്രോസസ്സ് പ്രകാരം നമുക്ക് അവിടെ എന്ത് കിട്ടും, എച്ച് ഡാഷ് ഓഫ് എക്സിൻ്റെ വില 0 തന്നെയാണ് കിട്ടുക. കാരണം അവിടെ മൈനസ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മിനിമം എന്നുള്ളത് മാക്സിമത്തിലേക്ക് മാറ്റാൻ പറ്റും മൈനസ് ഫംഗ്ഷൻ്റെ, അത്രേ ഉള്ളൂ. സോ എന്തായാലും നമുക്ക് എച്ച് ഡാഷ് ഓഫ് എക്സ് 0 കിട്ടുന്നു. അതിനർത്ഥം എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ ഇൻറ്റു എച്ച് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്ന നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇവിടെ കമ്പാരിസൺ നടത്തുകയാണ്. രണ്ടുപേര് കണ്ടിന്യൂസും ഡിഫറൻഷ്യബിൾ ആവുകയാണെങ്കിൽ അവരുടെ സഞ്ചരിച്ച ദൂരവും ഏതൊരു പർട്ടിക്കുലർ സമയത്തെ വെലോസിറ്റിയും വെച്ചിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ഈ മീൻ വാല്യൂ തിയറം എന്താണെന്നുള്ളതാണ്. മീൻ വാല്യൂ തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് സഞ്ചരിക്കുകയാണ്, സ്മൂത്തായിട്ട് സഞ്ചരിക്കുകയാണ്, അതായത് അവിടെ ഡിഫറൻഷ്യബിലിറ്റിയും ഉണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഏതോ ഒരു സമയത്തെ വെലോസിറ്റിക്ക് തുല്യമായിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ ആലത്തൂരിൽ നിന്ന് പാലക്കാടിലേക്ക് യാത്ര ചെയ്തു, 27 കിലോമീറ്റർ ദൂരം 9:30 മുതൽ 10 മണി വരെയാണ്, അരമണിക്കൂർ സഞ്ചരിച്ചു എന്ന് കരുതുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആവറേജ് വെലോസിറ്റി 60 കിലോമീറ്റർ സ്പീഡാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ വാഹനം ഏതോ ഒരു സമയത്ത് മസ്റ്റായിട്ട് 60 കിലോമീറ്റർ കടന്നിരിക്കും, അല്ലെങ്കിൽ 60 കിലോമീറ്ററിൽ എത്തിയിരിക്കും.
കാരണം എല്ലായ്പ്പോഴും 60 കിലോമീറ്റർ കുറവാണെങ്കിൽ ആവറേജ് ഒരിക്കലും 60 വരില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതാണ് മീൻ വാല്യൂ തിയറം. അപ്പോൾ മീൻ വാല്യൂ തിയറത്തിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അതിൻ്റെ ജോമെട്രി എന്ന് വിളിക്കുന്നത് ആവറേജ് വെലോസിറ്റി കോയിൻസൈഡ് വിത്ത് ആൻ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, അതായത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ്. അപ്പോൾ ഏതോ ഒരു എക്സ് എന്ന സമയത്ത് നിങ്ങളുടെ വെലോസിറ്റി നിങ്ങളുടെ ആവറേജ് വെലോസിറ്റിയായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ജനറലൈസ്ഡ് മീൻ വാല്യൂ തിയറത്തിൽ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് കിട്ടും. അപ്പോൾ അതിൻ്റെ ജോമെട്രി നിങ്ങൾക്ക് ഇവിടെ നോക്കാം. അപ്പോൾ നിങ്ങൾ എ എന്ന സമയത്ത് എഫ് ഓഫ് എ എന്ന സ്ഥലത്തായിരുന്നു, ബി എന്ന സമയത്ത് എഫ് ഓഫ് ബിയിലെത്തിയിരിക്കുന്നു. അപ്പോൾ എ എഫ് ഓഫ് എ ബി എഫ് ഓഫ് ബി എന്ന് ജോയിൻ ചെയ്ത് ഞാൻ ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഇനി ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, നിങ്ങൾ ആ ലൈൻ വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടാണ് യാത്ര ചെയ്തത്, നിങ്ങൾക്ക് വെലോസിറ്റി കൂടുകയും കുറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്രാഫാണ്. അതിനർത്ഥം ഡിഫറൻഷ്യബിൾ ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരിക്കലും ഷാർപ്പ് എഡ്ജ് ഇല്ലാത്ത ഒരു പാത്തിലൂടെയാണ് നിങ്ങൾ യാത്ര ചെയ്തിരിക്കുന്നത്. അപ്പോൾ x1 എന്ന പോയിന്റിലെ ടാൻജൻ്റാണ് ഇവിടെ L2 എന്ന് പറയുന്നത്, x2 എന്ന പോയിന്റിലെ ടാൻജൻ്റാണ് L1. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ഈ L2ലെയും L1ലെയും ടാൻജൻറ്റുകൾ പാരലൽ ടു അവർ L ആണ്, L എന്ന ലൈനാണ്. അതിനർത്ഥം Lൻ്റെ സ്ലോപ്പ് എന്താണോ അത് തന്നെയാണ് L1നും L2നും. ഓക്കെ, അപ്പോൾ ഈ Lൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ ആണ്. ഇനി x1 എന്ന പോയിന്റിലെ ടാൻജൻ ലൈനാണ് L2 എങ്കിൽ അതിൻ്റെ സ്ലോപ്പിനെ നമ്മൾ ഡെറിവേറ്റീവ് എന്ന് വിളിക്കാം. ഇവിടെ ഡിഫറൻഷ്യബിലിറ്റി ഉള്ളതുകൊണ്ട് അത് എഫ് ഡാഷ് ഓഫ് x1 ആണ്. ഓക്കെ, അതുപോലെ L1ൻ്റെ കേസിലാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് x2 ആണ്. അപ്പോൾ അതിനർത്ഥം ഇവിടെ നിങ്ങൾ എ എന്ന സമയത്ത് എഫ് ഓഫ് എയിൽ നിന്ന് എഫ് ഓഫ് ബിയിലേക്ക് സഞ്ചരിച്ചാൽ നിങ്ങളുടെ ആവറേജ് വെലോസിറ്റി ഏതെങ്കിലും ഒരു സമയത്ത് ഉള്ള ഒരു വെലോസിറ്റിയുമായിട്ട് കോയിൻസൈഡ് ചെയ്യും. അത് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം ഉണ്ടായേക്കാം. അപ്പോൾ ഈ കേസിലാണെങ്കിൽ 2 തവണ അങ്ങനെ സംഭവിക്കുന്നു. ഓക്കെ, അതാണ് ഇതിനകത്ത് പറയാം.